ഇഡിക്കെതിരായ ഹർജികളിൽ നടനും ടി.വി.കെ നേതാവുമായ വിജയ്ക്ക് തിരിച്ചടി. ആദായനികുതി വകുപ്പിന്റെ നടപടികൾ ചോദ്യം ചെയ്ത് വിജയ് നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. 2015-16 വർഷത്തെ വരുമാനം വെളിപ്പെടുത്താത്തതിന് ആദായനികുതി വകുപ്പ് 1.5 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. ഈ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് സെന്തൽകുമാർ രാമമൂർത്തി അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. ജിഷ്ണു കൃഷ്ണനുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിഷ്ണു, ഈ വിജയുടെ സമ്പത്തിന്റെ സ്രോതസ് സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഉണ്ടായത്. ഇപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണല്ലോ ഈ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഗൗതം, ആദായ നികുതി വകുപ്പിന്റെ നടപടിയും ഈ തീരുമാനവും ചോദ്യം ചെയ്തായിരുന്നു നടനും ഒപ്പം ടി.വി.കെ മേധാവിയുമായിട്ടുള്ള വിജയ് ഹൈക്കോടതിയെ സമീപിച്ചത്. വാദം കേട്ട ശേഷമാണിപ്പോൾ വിജയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയത്. കേസിൽ കനത്ത തിരിച്ചടിയാണ് വിജയ് നേരിട്ടിട്ടുള്ളത്. അതായത് 2015-16 സാമ്പത്തിക വർഷത്തിലും കൃത്യമായിട്ടുള്ള വരുമാനവും വരുമാന സ്രോതസ്സും കാണിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനായിരുന്നു ആദായ നികുതി വകുപ്പ് നടൻ വിജയ്ക്ക് 1.5 കോടി രൂപ പിഴയിട്ടിരുന്നത്. ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വിജയ് ഹൈക്കോടതിയെ സമീപിച്ചത്. വാദം കേട്ടതിന് ശേഷം ആദായ നികുതി വകുപ്പിന്റെ നടപടി ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി നടൻ വിജയുടെ ഹർജി തള്ളിയിട്ടുള്ളത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ വിജയുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും ഒപ്പം ഈ വരുമാനം സംബന്ധിച്ചും വലിയ രീതിയിലുള്ള അന്വേഷണം നേരത്തെയും ആദായ നികുതി വകുപ്പ് നടത്തിയിരുന്നു. അതിൽ കൃത്യമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തിയതോടെയായിരുന്നു 2015-16 സാമ്പത്തിക വർഷത്തിൽ വരുമാന സ്രോതസ്സും വരുമാനവും കൃത്യമായി കാണിക്കാത്തതിനായിരുന്നു ഇത്തരത്തിലൊരു പിഴയിടുന്ന നടപടി ആദായ നികുതി വകുപ്പ് സ്വീകരിച്ചത്. അതിപ്പോൾ മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. മറ്റൊരു കേസും വിജയ് നായകനായിട്ടുള്ള ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട കേസും ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലുണ്ട്. ആ സിനിമയുടെ റിലീസ് നേരത്തെ സെൻസർ ബോർഡ് തടഞ്ഞിരുന്നു. സുപ്രീം കോടതി വരെ എത്തിയിട്ടും സെൻസർ ബോർഡിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ മദ്രാസ് ഹൈക്കോടതി വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു നേരത്തെ സുപ്രീം കോടതി തീരുമാനിച്ചത്. ആ കേസും നിലവിൽ മദ്രാസ് ഹൈക്കോടതിക്ക് മുൻപിലുണ്ട്. ഗൗതം. ഓക്കെ ജിഷ്ണു, ടി.വി.കെ സ്ഥാപക നേതാവും നടനുമായ വിജയ്ക്ക് കനത്ത തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഇഡിക്കെതിരെ വിജയ് നൽകിയ ഹർജി ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്.